അമ്മയും കുഞ്ഞും കൂടി ഇങ്ങനെ പള്ളിയിൽ വരുന്നു. അമ്മ കുട്ടിയോട് പറയുകയാണ്, എന്തും ചോദിക്കുക, യേശു അപ്പം തരും. തിരിച്ചു വരുമ്പോൾ ചോദിച്ചാ? കുട്ടി പറഞ്ഞു, ഇല്ല ചോദിച്ചില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ കഷ്ടത്തിലാണ്. അങ്ങനെ കുരിശേറി കിടക്കുന്ന ഒരാളുടെ കാൽച്ചുവട്ടിൽ ചെന്നിട്ട് നമ്മുടെ ചില ആവശ്യങ്ങൾ, വളരെ ചെറുതെന്നും ജീവിതവുമായിട്ട് വളരെ ഏറെ പ്രധാനപ്പെട്ടാലും തോന്നുന്ന ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം ഈ കുട്ടിക്ക് മനസ്സിലാകുന്ന അത്തരം പോലും മുതിർന്നവർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? നമ്മുടെ ഇത്തരം ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നോ അവിടെ നിന്ന് ഇങ്ങനെ കുരിശിലേറിയത്? കാനഡയിൽ പൗരത്വം കിട്ടാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷ പാസ്, ഇതൊന്നും ആ ജീവിതവുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങളെന്ന് പറയുന്നില്ല. ഇതിലേക്ക് ചുരുങ്ങുന്ന വിധത്തിൽ ലളിതമായൊരു സമവാക്യമായിട്ട് യേശു മാറിയത് എപ്പോഴാണ്? തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. 82 ഒരു ജൂണിലാണ് ആശ്രമത്തിൽ ചേരുന്നത്. കുറേ കൂടി റിഗറസ്, കഠിന നിഷ്ഠയുള്ളൊരു ജീവിതവും ദരിദ്രമായൊരു പശ്ചാത്തലവുമൊക്കെ അപ്പോഴും ഞങ്ങളുടെ സമൂഹം നിലനിർത്തിയിരുന്നൊരു കാലമാണ്. പിന്നെ ഇത് ഒരു പക്ഷേ കുറച്ചൊരു ഡൈലൂഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ചേരുന്ന സമയത്തൊക്കെ ആശ്രമത്തിൻ്റെ വല്യച്ഛന്മാർ ഇങ്ങനെ അക്ഷാർത്ഥത്തിൽ വിയർപ്പ് കൊണ്ടപ്പം ഭക്ഷിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. പുറത്തുള്ള ഏതൊരു പേശിബലം കൊണ്ട് ജീവിക്കുന്ന ഒരാളെ കണക്കും കായികാധ്വാനത്തിൽ ജീവിക്കുന്ന ഒരാളെ കണക്കും കഠിനമായ ജോലികളിൽ അവർ നിരന്തരം ഏർപ്പെട്ടിരുന്നു. വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പരുവപ്പെടുത്തിയ ഒരു ആശ്രമാന്തരീക്ഷമായിരുന്നു അത്. ഈ ഒരു ദരിദ്രമായൊരു പശ്ചാത്തലത്തിനും കഠിനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്ലേശ ജീവിതത്തിനും നിരക്കാത്ത ഏക ആഡംബരം എന്ന് പറയുന്നത് അവിടുത്തെ ലൈബ്രറി ആയിരുന്നു. ഒരുപക്ഷെ അക്കാലത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്പിരിച്വൽ ക്ലാസ്സസ് അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണത് ഇവിടേക്ക് വന്നെന്നറിഞ്ഞുകൂടാ. വാങ്ങാൻ പറ്റാത്ത വിധത്തിൽ വിലപിടിപ്പുള്ള പുസ്തകങ്ങളായിരുന്നു അത്. ഒരുപക്ഷെ എല്ലാ കാലങ്ങളിലും ആശ്രമങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷറി പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലൈബ്രറികളായിരുന്നു. അത്തരം ചില കഥകളൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു മരുഭൂമിയിലെ ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ടാണിത്. ഇവരിങ്ങനെ നിലത്ത് കിടന്നുറങ്ങിയും വെള്ളവും ബ്രെഡും മാത്രം കഴിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലേശകരമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴും അവിടുത്തെ ലൈബ്രറി കിട്ടാവുന്നതിലൊക്കെ ഏറ്റവും വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് ജിജ്ഞാസ പുലർത്തിയ, കൗതുകം പുലർത്തിയ ഒരു അതിഥിയോട് ആബട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ പുസ്തകങ്ങളുടെ ധനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദരിദ്ര ജീവിതത്തോട് ഇത്രയും നിഷ്ഠയും അഫിനിറ്റിയും ഒക്കെ പ്രവർത്തി ജീവിക്കാൻ പറ്റുന്നു. വസ്തുത ഞങ്ങളുടെ ദരിദ്ര ജീവിതത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്ന ധനത്തിനാണ്. എനിക്കൊന്നു പുസ്തകമാണ് ഒരാളുടെ ഒരു സംസ്കാരത്തിൻ്റെ ദിശയൊക്കെ നിർണ്ണയിക്കുന്നത്. പറഞ്ഞു വരുന്നത് ആ ആശ്രമത്തിലെ ആ ഒരു ലൈബ്രറിയെക്കുറിച്ച് തന്നെയാണ്. അപ്പം അതിനകത്ത് മേർട്ടൺ എന്ന് പറഞ്ഞൊരു ഓതർ, തോമസ് മേർട്ടൺ എന്ന് പറഞ്ഞൊരു ഓതർ നമ്മുടെ ആ ഇളംബോധത്തിൽ വളരെയേറെ കൺവിൻസിംഗ് ആയിട്ട് അനുഭവപ്പെട്ടു. നമുക്ക് നമ്മുടെ ചില ധാരണകളുമായിട്ട് നിരക്കുന്ന ഒരാളായിട്ട് തോന്നി. മേർട്ടൻ്റെ അക്കാലത്തെ ഗ്രന്ഥങ്ങൾ ഈ നോൺ ഫിക്ഷണൽ എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു കാറ്റഗറിയിൽ അമേരിക്കയിൽ ഒരു 100 പുസ്തകങ്ങളുടെ കൂട്ടത്തിലൊക്കെ പെടുന്ന, എക്കാലത്തുമുള്ള 100 പുസ്തകങ്ങളുടെ കൂട്ടത്തിലൊക്കെ പെടുന്ന വിധത്തിലുള്ളതായിരുന്നു. വിശേഷം അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ. 53 വയസ്സിലാണ് മേർട്ടൺ മരിക്കുന്നത്. മേർട്ടൻ്റെ ഒരു സവിശേഷം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ട്രാപ്പിസ്റ്റ് മങ്കാണ്. മനനത്തിനും ഏകാന്തതയ്ക്കും നിശബ്ദതയ്ക്കുമൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന, ലോകത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു സമൂഹമാണ് ട്രാപ്പിസ്റ്റ്.
ഇപ്പോഴും ആ സമൂഹം യൂറോപ്പിൽ പലയിടങ്ങളിലും സജീവമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്ന ഈ മനുഷ്യൻ ഈ ലോകത്തിൻ്റെ ജ്ഞാനധാരകളെയൊക്കെ ഒന്ന് സമന്വയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മരുഭൂമിയിലെ ആ പിതാക്കന്മാരുടെ ആ ഒരു ഗ്രന്ഥങ്ങളുമായിട്ട് പരിചയത്തിലായി. വൈകാതെ ഈസ്റ്റ്, കിഴക്കിൻ്റെ പ്രകാശമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില ധാരകളുമായിട്ട് അതിന് അടുപ്പമുണ്ടായി. വിശേഷം ബുദ്ധിസമായിട്ട് അടുപ്പമുണ്ടായി. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ ഒരു പുനർവായന സാധ്യമാണെന്നുള്ള അന്വേഷണമായിരുന്നു മർട്ടൻ്റേത്. അദ്ദേഹം അതിനിട്ടിരിക്കുന്ന പേര് സെൻറ്റ് കാത്തോലിക്സ് എന്നുള്ള ആ പേരിൽ അതിന് മുമ്പേ ഒരു പുസ്തകമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏറ്റവും പ്രായോഗികമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ ഒരാളെന്ന നിലയിലാണ് മർട്ടൺ ഓർമ്മിക്കപ്പെടുന്നത്. രണ്ട് മതങ്ങൾ തമ്മിലുള്ളൊരു സമന്വയം ആയിട്ടല്ല ഇത് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. ഒരു ജ്ഞാനധാരയുടെ ടൂൾ ഉപയോഗിച്ച് യേശുവിനെ ഒന്ന് തൻ്റെ കാലത്തിനും തൻ്റെ ധ്യാന രീതികൾക്കും ഇണങ്ങിയ മട്ടിൽ വായിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു അത്. സെൻറ്റ് കാത്തോലിക്സം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾക്ക് ഇദ്ദേഹം പോകുമായിരുന്നു. അങ്ങനെയാണ് ബാങ്കോക്കിൽ വെച്ച് ഒരു പ്രഭാഷണത്തിന് ശേഷം മുറിയിലേക്ക് മടങ്ങി വന്ന മർട്ടനെ ഉച്ചയ്ക്ക് ശേഷം കാണുന്നത് ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ടാണ്. 53 വയസ്സാണെന്ന് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ധാരണ വെച്ച് വളരെ ഒരു ചെറുപ്പമെന്ന് വിശേഷിപ്പിക്കാവുന്നൊരു പ്രായം. അദ്ദേഹത്തിന് ഇലക്ട്രിക് ഷോക്കേറ്റാണ് മരിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. കുറച്ച് കോൺസ്പിറസി എന്ന് പറയുന്നത് ഗൂഢാലോചന എന്നൊക്കെ വിശേഷിപ്പിക്കാൻ ചില കാര്യങ്ങളൊക്കെ അതിന് മീതെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടൊരു പ്രസക്തിയോ തെളിവോ ഒന്നും ഉള്ള കാര്യമായിട്ടതിപ്പോൾ അനുഭവപ്പെടുന്നില്ല. എന്തായാലും മർട്ടൻ്റെ ഒരു വായന മറ്റൊരു ആംഗിളിൽ നിന്ന് സുവിശേഷത്തെ സമീപിക്കാനായിട്ട് എന്നെ വ്യക്തിപരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. സുവിശേഷത്തിൻ്റെ ഒരു ധ്യാന അടരുകളെ ഗൗരവമായിട്ട് എടുക്കാനുള്ളൊരു ക്ഷണമായിരുന്നു ഈ മർട്ടൺ വായനയുടെ ഒരു ഫലശ്രുതി. സുവിശേഷം ഈ ജ്ഞാനത്തിൻ്റെ ഒരു പുസ്തകമായിട്ട് ചിലപ്പോൾ നമ്മൾ അത്രയും ഗൗരവമായിട്ട് പരിഗണിക്കുന്നില്ല. എന്തൊരു ജ്ഞാനത്തിന് സാധ്യതയുള്ള, എന്തൊരു ജ്ഞാനം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരാ സുവിശേഷം. യേശു തന്നെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഷെബായിലെ രാജ്ഞി, ശലോമോൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു തരി വെട്ടമുണ്ടെന്നറിഞ്ഞിട്ട് അപകടകരമായ കപ്പൽ യാത്ര നടത്തിയ ആളിലേക്ക് എത്തിയ സ്ത്രീയുടെ പേരാണ് ഷെബായിലെ രാജ്ഞി. ഇതാ നിങ്ങളുടെ മുമ്പിൽ ആ ശലോമോനേക്കാൾ ജ്ഞാനമുള്ള ഒരാൾ. അത്രയും ശലോമോൻ എന്നൊക്കെ പറയുന്നത് ഈ ജ്ഞാനത്തിൻ്റെ അവസാന വാക്കായിട്ടാണ് ഹെബ്രായ ലോകം പരിഗണിച്ചിരിക്കുന്നത്, സെമിറ്റിക് ലോകം പരിഗണിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രകാശമുള്ള ഒരാളെ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ച് കണ്ടെത്തി അയാളിൽ നിന്ന് ഈ പ്രകാശത്തിൻ്റെ പൊൻപരാഗങ്ങൾ തിരയുന്നില്ല എന്നുള്ളൊരു ആരോപണം പോലും വേദപുസ്തകത്തിലുണ്ട്. കുറേ കൂടി ഇങ്ങനെ സമാധാനമായിട്ടിരിക്കാനും അവനവനിലേക്ക് തന്നെ ശ്രദ്ധിക്കാനും അവനവൻ്റെ സാധ്യതകൾ തിരിച്ചറിയാനും പ്രേരിപ്പിക്കുന്നൊരു പുസ്തകം എന്ന നിലയിൽ ഒരു വേദപുസ്തക വായന സാധ്യമാണ്. പലപ്പോഴും നമ്മളതിൻ്റെ ഏറ്റവും ഉപരിതലത്തിലായിട്ട് മാത്രമാണ് കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അതിനകത്ത് അങ്ങനെ പെട്ടുപോകുന്നത്. പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു കൊച്ചുവർത്താനം കണക്കാണ്. ഇങ്ങനെ ഇലക്ട്രിസിറ്റിയൊക്കെ വന്നൊരു സമയത്ത് അതിന് വലിയ പണച്ചിലവുള്ളൊരു കാലമായിരുന്നു. ഒരു വീടിനകത്ത് ഇലക്ട്രിസിറ്റി എടുത്തിട്ട് ഒരു വീടിനകത്ത് മീറ്റർ റീഡിങ്ങിന് വന്ന ഉദ്യോഗസ്ഥൻ കണ്ട ഒരു രീതി ഇങ്ങനെയാണ്, ആ വീടിനകത്ത് വളരെ കുറച്ച് കറണ്ട് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വീട്ടിലെ അമ്മയോട് ചോദിക്കാനായിട്ട് അയാൾ കരുതി, അമ്മ നിങ്ങൾ ഈ വീടിനകത്ത് ആവശ്യമുള്ളത്രയും കറണ്ട് ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ ശ്രീ എന്താ അങ്ങനെ പറയുന്നത്? ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനെന്താ ഇത്രയും ഒരു സ്ട്രെസ് കൊടുക്കുന്നൊക്കെ അറിയാനായിട്ട് വിളിക്കുന്നത്. ആവശ്യമുള്ളത് മാത്രം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ രാത്രി ഇരുട്ടായി കഴിയുമ്പോൾ ഞാനൊരു സ്വിച്ച് ഇടും,
അതിൻ്റെ വെട്ടത്തിൽ ഒരു മെഴുതിരിയും തീപ്പെട്ടിയും കണ്ടെത്തും. പിന്നെ കത്തിക്കും, പിന്നെ വീണ്ടും ആ സ്വിച്ച് ഓഫ് ചെയ്യും. ഇതാണ് ഒരു വളരെ വിഷമം പിടിച്ച ഒരു ഫലിതം. ഒരു രാത്രി മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ പറ്റുന്ന ഒരു പ്രഭ കൂടുണ്ടായിരുന്നിട്ടും നമ്മൾ അതിനെ ഇങ്ങനെ അണച്ചു പിടിച്ചിട്ട് നമ്മുടെ ചെറിയ ചെറിയ വെട്ടങ്ങളിൽ അഭിരമിക്കാൻ വേണ്ടി തീരുമാനിച്ചു പോയി. എക്സ്പ്ലോർ യുവർ മാസ്റ്റർ, ഇതായിരുന്നു മെർട്ടണിൽ നിന്ന് ഒരു പക്ഷേ ബൈ ലാർജ് എനിക്കൊരു ക്ഷണമായിട്ട് തോന്നിയത്. ഇങ്ങനെ കുറേ കൂടി ഒരു ജ്ഞാന പ്രഭയിൽ കുറേ കൂടി അഗാധമായിട്ട് കണ്ടെത്തേണ്ട ഒരു അനുഭവമായിട്ട് ക്രിസ്തു വെളിപ്പെട്ട് കിട്ടുന്ന വസ്തുത ഒരു മെർട്ടണിൻ്റെ പാരായണത്തിലൂടെയാണ്. അതിനൊരു ധ്യാന അടരുണ്ട്. ആ ധ്യാന ഇല്ലാതെ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര ബാലിശമാണെന്ന് ഇപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ മധ്യവയസ്സിലൊക്കെ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു അഗാധമായൊരു സാധന, എല്ലാ സാധന എന്ന് പറയുന്നത് ഈ നിലക്കാത്ത യാത്രയെ. ഉൻസി എന്ന് പറയുന്നൊരു വാക്കാണ് ജാപ്പാനീസ് പാരമ്പര്യത്തിൽ ഈ ജ്ഞാന ഭിക്ഷുക്കൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ആശ്രമത്തിലൊക്കെ ചേരുന്ന ആ നോയ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വാക്കതാ. അത് രണ്ട് പദങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം മേഘമെന്നും രണ്ടാമത്തെ വാക്കിൻ്റെ അർത്ഥം ജലമെന്നാണ്. ഇതിന് രണ്ട് സവിശേഷതകളും കൂടി ചേർന്ന ഒരാളാണ് യഥാർത്ഥ സാധകൻ. അതിൻ്റെ അർത്ഥം ആ മേഘത്തെപ്പോലെ ജലത്തെപ്പോലെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏതൊരു സാധകൻ്റെയും ആ ഒരു ക്രമത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന, കാതലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഗം. എവിടെയെങ്കിലുമൊക്കെ തട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളില്ല, പിന്നെ സാധകനില്ല. അപ്പം അങ്ങനൊരു നിരന്തരമായൊരു യാത്ര ആയിട്ട് അവിടുത്തെ ശിഷ്യത്വത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഒരു പക്ഷേ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ വളരെ സില്ലിയായിട്ടാണ് തോന്നുന്നത്. സാധകർക്ക് വേണ്ടി അവിടുന്ന് കരുതി വച്ചിരിക്കുന്നൊരു 3 ചുവടുകളുണ്ട്. നോയമ്പ് കാലം വരികയാണ്. നമുക്ക് ആ 3 ചുവടുകളെ ഒന്ന് കൂടി ഗൗരവമായിട്ട് എടുത്താൽ എന്താ? അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. നമ്മളാവട്ടെ വളരെ ലളിതമായ ചില ഭൗതിക അന്വേഷണങ്ങളുടെ ഒരു ടെക്സ്റ്റായിട്ടാണ് ഇതിനെ പലപ്പോഴും ഗണിക്കുക. നമ്മളിങ്ങനെ അവനവൻ്റെ അനുദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, വിശേഷം ഭൗതികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതിപ്പോഴും ധ്യാനകേന്ദ്രങ്ങളിലും പ്രഭാഷണങ്ങളിലുമൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്കതിനകത്തൊരു വല്ലാത്തൊരു ഐറണി പോലും അനുഭവപ്പെടുന്നുണ്ട്. അമ്മയും കുഞ്ഞും കൂടി ഇങ്ങനെ പള്ളിയിൽ വരുന്നു. അമ്മ കുട്ടിയോട് പറയുകയാണ്, എന്തും ചോദിക്കുക, യേശു അപ്പം തരും. തിരിച്ചു വരുമ്പോൾ ചോദിച്ചാ? കുട്ടി പറഞ്ഞു, ഇല്ല ചോദിച്ചില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ കഷ്ടത്തിലാണ്. പിന്നെ കുരിശേറി കിടക്കുന്ന ഒരാളുടെ കാൽച്ചുവട്ടിൽ ചെന്നിട്ട് നമ്മുടെ ചില ആവശ്യങ്ങൾ, വളരെ ചെറുതൊന്നും ജീവിതവുമായിട്ട് വളരെ ഏറെ പ്രധാനപ്പെട്ടല്ലെന്ന് തോന്നുന്ന ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യം ഈ കുട്ടിക്ക് മനസ്സിലാകുന്ന അത്തരം പോലും മുതിർന്നവർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? നമ്മുടെ ഇത്തരം ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നോ അവിടുന്ന് ഇങ്ങനെ കുരിശിലേറിയത്? കാനഡയിൽ പൗരത്വം കിട്ടാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷ പാസ്, ഇതൊന്നും ആ ജീവിതവുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങളെന്ന് പറയുന്നില്ല. പക്ഷെ ഇതിലേക്ക് ചുരുങ്ങുന്ന വിധത്തിൽ ലളിതമായൊരു സമവാക്യമായിട്ട് യേശു മാറിയത് എപ്പോഴാണ്? അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മുമ്പിലൊരു 19 ദിവസങ്ങളുണ്ട്. ഈ 19 ദിവസങ്ങൾ ഒരു ധ്യാനത്തിൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ട് യേശുവിനെ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ നല്ലതാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്നൊക്കെ പറയുന്നത് പോലും ശരിയാണോ? ആ വാക്കുപയോഗിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ ധ്യാനിക്കാനാണ് പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവിടെ നിന്ന് പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ച് പ്രാർത്ഥിക്കുക. ഓർക്കണം, അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, സംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് കടപ്പുറമാണ്.
കടപ്പുറത്ത് ഇപ്പോൾ പോലും ചിലപ്പോൾ ഇങ്ങനെ അധികം അടച്ചുറപ്പുള്ള ഭവനങ്ങൾ നിങ്ങൾ കാണില്ല. 12,000 വർഷം മുമ്പ് അത്രയും പോലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ ഉള്ളൊരു വീടൊക്കെ ഉള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു പറയുന്ന വാക്കിൻ്റെ പൊരുളെന്താ? അത് നമ്മളിങ്ങനെ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുന്ന കണക്ക് തന്നെ ആയിരിക്കുമോ? പ്രാർത്ഥിക്കുമ്പോൾ വാതിലടക്കുക, എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഷട്ട് യുവർ സെൻസസ്, ഇന്ദ്രിയങ്ങളെ കൊട്ടിയടക്കുക, വിശേഷിച്ച് ഈ കണ്ണിനെ കൊട്ടിയടക്കുക. അപ്പോൾ കണ്ണടച്ചിരിക്കാൻ വേണ്ടിയുള്ള ക്ഷണമാണ് അത്. എന്നിട്ട് അടുത്ത വരി എന്താണ്? അകത്തുള്ള ആളെ കേൾക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ മനസ്സിലാക്കുന്ന കണക്ക് അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളും വാചിക പ്രാർത്ഥനകളും ഒക്കെ ഇങ്ങനെ ചുറ്റിനും ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞ ഈ ഒരു ധ്യാനാംശം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അമിതഭാഷണത്തിനൊക്കെ എതിരായിട്ട്, പ്രാർത്ഥനയിലൊക്കെ ഉള്ള അമിതഭാഷണത്തിനെതിരായിട്ടൊക്കെ യേശു അത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അമിതഭാഷണങ്ങൾ കൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന പാളിച്ചകളെക്കുറിച്ചൊക്കെ യേശു ഇങ്ങനെ അക്കമിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ ധ്യാനത്തിൽ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് ഈ നോയമ്പ് കാലത്ത് യേശുവിനെ പിടുത്തം കിട്ടിയെന്നല്ല. ഇതിനകത്ത് ഒരു ധ്യാന എലമെൻ്റ് ഉണ്ട്. നമ്മൾ കാണുന്നൊരു എലമെൻ്റ് അല്ല. നമ്മൾ പറഞ്ഞു തുടങ്ങിയ ആ വാക്കിനെ എടുക്കുക, ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. ഈ 3 ടൂളിനെയും ഗൗരവമായിട്ട് എടുത്താന്നല്ല. ചോദിക്കുക എന്ന് പറയുമ്പോൾ ആ ജീവിതവുമായി ബന്ധപ്പെട്ട ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക. ആ ദിവസം തൊട്ടാണ് ഒരാളിങ്ങനെ പതുക്കെ ഇങ്ങനെ സ്പിരിച്വൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തലത്തിലേക്ക് ഉണരുന്നത്. ഏതാണ്ടൊരു 300-ലേറെ ചോദ്യങ്ങൾ യേശു പുതിയ മതി ചോദിക്കുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങളും വളരെ ചലഞ്ചിങ്ങാണ്. എനിക്കൊന്ന് ആ പേരൊരു പുസ്തകം പോലും ഉണ്ട്, ഇങ്ങനെ യേശു ചോദിച്ച ചോദ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട്. സമാനമായ പുസ്തകങ്ങളും നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിക്കുക. ഓരോ ചോദ്യവും വാസ്തവത്തിൽ അവനവനെ തന്നെ കണ്ടെത്താൻ വേണ്ടിയാണ്. ചെറുപ്പത്തിൽ എം.എൻ. വിജയനെയൊക്കെ കേട്ടൊരു ഓർമ്മ കിടപ്പുണ്ട്. എം.എൻ. വിജയൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ പാമ്പിനെ ഓർമ്മിപ്പിക്കാമെന്ന് പറയുന്നത്, ചോദ്യചിഹ്നമേ. അപ്പോൾ വാസ്തവത്തിൽ ഒന്നെങ്കിൽ നീ ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ ദംശനം വെക്കുക എന്ന് പറയുന്ന കഠിനമായൊരു വിധി ഓരോ ചോദ്യത്തിനകത്തുണ്ട്. ഓരോ ചോദ്യവും ഇങ്ങനെ അഗാധമായിട്ട്, ജീവിതത്തെ അഗാധമായിട്ട് കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. നോമ്പുകാലമൊക്കെ ആ ഒരു ഫസ്റ്റ് ഫേസിൽ കുറേ കൂടി കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കാലമാണ്. കുറേ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക. ക്രിസ്തുബോധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 3 ചോദ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് ക്രിസ്തുബോധം ഉണ്ടാക്കുന്നത് പറയുന്നത്. 1 നീ എവിടെയാണ്, 2 നിൻ്റെ സ്നേഹം എവിടെയാണ്, 3 നിൻ്റെ കുരിശ് എവിടെയാണ്. ഇത് കണക്ക് ഒരു 100-300ഓളം ചോദ്യങ്ങൾ ആ പുതിയ നിയമത്തിലുണ്ട്. ഒരു വർഷം മുഴുവൻ നമുക്കൊരു പ്രഭാതധ്യാനത്തിനായിട്ട് ഈ ഓരോ ചോദ്യങ്ങൾ എടുത്ത് കാണാവുന്നതാണ്. അത്രയും ജീവിതത്തെ അഗാധമാക്കുന്ന, അതിൻ്റെ നിലനിൽപ്പിനെ ആഴപ്പെടുത്തുന്ന ആ ചോദ്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക. യേശു കുറേ ചോദ്യങ്ങൾ അഭിമുഖിച്ചിട്ടുമുണ്ട്. ഒരു 100-ലേറെ ചോദ്യങ്ങൾ യേശു അഭിമുഖിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിലൊരു 3 ചോദ്യങ്ങൾക്ക് മാത്രമേ യേശു ഉത്തരം കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ എനിക്ക് മനസ്സിലാവുന്ന സൂചന ഇങ്ങനെയാണ്, എല്ലാ ചോദ്യങ്ങളും ഉത്തരം പോലും അർഹിക്കുന്നില്ല. പക്ഷെ ഇതല്ല അതിൻ്റെ ഉത്തരം എന്നുള്ളൊരു തെളിച്ചം, ഒരു മിന്നൽ വെളിച്ചം കിട്ടാനായിട്ട് ചോദ്യങ്ങൾ ആവശ്യം. അപ്പോൾ 1-ാം ഘട്ടം ഇത് തന്നെയാണ്, ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻസ്. സിദ്ധാർത്ഥനൊക്കെ ബുദ്ധനായതിനെക്കുറിച്ച് നമ്മളെങ്ങനെയാണ് പിടുത്തം കിട്ടുന്നത്, എങ്ങനെ നമ്മൾ ചെറിയ പ്രായത്തിൽ വായിച്ചിട്ടുള്ളത്? ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് വേദന, എന്താണ് വാർദ്ധക്യം, എന്താണ് മരണം, എന്താണ് രോഗം? അസൽ ഈ ചോദ്യങ്ങളുടെ പിന്നാലെ നടന്നുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ബുദ്ധനാവുന്നത്. ഏതൊരാൾ ഈ പ്രകാശത്തിൽ സ്നാനപ്പെടണമെങ്കിലും ചില ചോദ്യങ്ങളിൽ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഒന്നതാണ് ആസ്ക്. വസ്തുതയിൽ നമ്മുടെ ഒരു പുസ്തക പാരായണമൊക്കെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ തപസ് കാലം എന്ന് പറയുന്നത്. റീഡിങ് ഹാബിറ്റിലോട്ട് തിരിച്ചു വരിക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആ സമയങ്ങളിലൊക്കെ ഇപ്പോഴും ആ 1 മണിക്കൂർ അതിൻ്റെ ഒരു പ്രോഗ്രാമിൽ നിലനിർത്തുന്നുണ്ട് ജ്ഞാനവായന എന്ന് പറയുന്നത്. ആശ്രമങ്ങളിൽ മാത്രം അത് പോയിട്ടുള്ളൂ. ഈ ഒരു തപസ് കാലത്തെങ്കിലും വീടുകളിലും അതിനുവേണ്ടി 1 മണിക്കൂർ മാറ്റിവെച്ചാൽ നല്ലതാണ്. ഒറ്റയ്ക്കോ കൂട്ടമായിട്ടൊക്കെ ഇരുന്നുകൊണ്ട് പുസ്തകം വായിക്കാനായിട്ടുള്ള ശ്രമം. ഇതിനകത്തു നിന്നൊക്കെയാണ് ഈ ചോദ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഈ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമുക്ക് ലഭിക്കുന്ന പ്രേരണ ഉണ്ടാവുന്നത്. 2 ഇങ്ങനെ അന്വേഷിക്കുക, സീക്ക്.
വാസ്തവത്തിൽ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. നീ എന്താണ് അന്വേഷിക്കുന്നത്? യേശുവിൻ്റെ ഈ 300ഓളം വരുന്ന ചോദ്യങ്ങളുടെ ഒരു പട്ടിക നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് എന്താണ് അന്വേഷിക്കേണ്ടതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാവുക. ഒത്തിരി കാര്യങ്ങളുടെ ഒരു പട്ടികയായിട്ട് ജീവിതം അധികം മുമ്പോട്ട് പോകാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് യുവർ ഗോൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ചില കാര്യങ്ങളിലൊക്കെ പട്ടിക നിരത്തും. വാസ്തവത്തിൽ ഇത്രയും പട്ടിക കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ചെയ്യാവുന്നൊരു കാര്യം അപ്രധാനമായ ചില കാര്യങ്ങൾക്ക് മീതെ ഒന്ന് കുറുകെ വരച്ചിട്ട് ഇതിന് മാത്രം എടുക്കുക എന്നുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യം കണ്ടെത്താനുള്ള നേരമേ നമുക്കുള്ളൂ. ഇപ്പോൾ 2 അതാണ്. പിന്നെ 3 നോക്കെന്ന് പറഞ്ഞാൽ മുട്ടുക. ലോകത്ത് എവിടെ മനുഷ്യൻ വാതിലെ മുട്ടിക്കഴിഞ്ഞാലും ചെയ്യാവുന്ന ഏറ്റവും അടിസ്ഥാന മര്യാദ എന്ന് പറയുന്നത് അകത്തുള്ള ആൾ വാതിൽ തുറന്ന് പുറത്ത് വരുവോളം എന്നെ കണ്ണുപൂട്ടിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അൾട്ടിമേഷൻ. ചോദ്യങ്ങൾ ചോദിച്ച് ജീവിതത്തെ കുറേ കൂടി ഏകാഗ്രമാക്കിയ മനുഷ്യൻ പതുക്കെ ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കുമ്പോൾ ഭംഗിയുള്ള എന്തോ ഒരു കാര്യം സംഭവിക്കുന്നു. ഏറ്റവും ഭംഗിയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത നേരത്ത് ജീവിതത്തിനകത്ത് ചില ഭംഗികൾ നമുക്ക് വേണ്ടി സംഭവിക്കുന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പണ്ട് വായിച്ചിട്ടുള്ള ഒരു കഥ കണക്കാണ്. ഇങ്ങനെ ഓക്കുമരത്തിൽ ഒരു ശലഭം മുട്ടയിട്ടു. പക്ഷെ അത് വിരിയുന്നതിനേക്കാൾ മുമ്പേ ആ ഓക്കുമരം ആരോ മുറിച്ചു. അതുകൊണ്ട് പണിത്തരങ്ങളുണ്ടാക്കി. അതിനകത്ത് ഒരു പോർഷൻ കൊണ്ട് അവർ പണിതത് ഒരു തീന്മേശ, ഒരു ഡൈനിങ് ടേബിളാണ്. ഒരു ദിവസം ആ ഡൈനിങ് ടേബിളിൽ ഒരു ചൂട് ചായയുടെ കെറ്റിൽ ആരോ വെച്ചു. അതിൻ്റെ ഒരു തീയ്, അതിൻ്റെ ഒരു ചൂടടിച്ചിട്ട് ഈ ആ പറഞ്ഞ ശലഭത്തിൻ്റെ മുട്ടയൊക്കെ വിരിഞ്ഞു. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഈ തീന്മേശയിൽ നിന്ന് ഇങ്ങനെ ശലഭങ്ങൾ ഉയർന്നു പൊങ്ങിയാണ്. ഇതുപോലെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അവിചാരിതമായ ചില ചാരുതകൾ ദൈവവും കാലവും നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്നുണ്ട്. അവയെ കണ്ടെത്തി വളരെ പകിട്ടുള്ള വർണ്ണഭരിതമായ ഒരു കാലമായിട്ട് നോമ്പ് മാറട്ടെ എന്നൊക്കെ ഉള്ളതാണ് നോമ്പിൻ്റെ ഒരിത്തിരി നേരത്തെയുള്ള ഈ കൊച്ചു വർത്താനത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാനുള്ള ഏറ്റവും നല്ല ആശംസ. കണ്ട വിചാരങ്ങളെ ഒന്ന് ചുരുക്കിയാണ്. നിങ്ങൾക്ക് 2 തരത്തിൽ ജീവിക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ പോകാം, ടില്ലിങ് എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് കുഴിക്കാം, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എക്സ്റ്റൻസ് നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ നോമ്പ് ഈ 2 തുമ്പാപ്പാട് താഴോട്ട് കുഴിക്കാനുള്ള ഒരു കാലമാണ്. അപ്പോൾ ഒരിക്കൽ വിരസമം തോന്നിയ, ഒരിക്കൽ വളരെ സർവ്വസാധാരണമെന്ന് തോന്നിയ, ആവർത്തനം കൊണ്ട് ഏകദാനമെന്ന് തോന്നിയ ഇടങ്ങളിൽ നിന്നൊക്കെ കുറേ കൂടി ഭംഗിയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, രൂപപ്പെടുന്നു. ആസ്ക്, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക. സീക്ക്, ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം അന്വേഷിക്കുക. നോക്ക്, ആ ചൈതന്യത്തിൻ്റെ കാൽച്ചുവട്ടിൽ കണ്ണുകൂട്ടിയിരിക്കുക. അർത്ഥപൂർണ്ണമാവട്ടെ നമ്മുടെ തപസ്സുകാലം. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.